നീ ഒരു പുതിയ അവതാരം എടുത്തോ, ആരുടെയെങ്കിലും രൂപത്തിൽ വന്നോ, നിന്റെ മകൾക്ക് നീ നീതി നടത്തി തരണം. അത്രേ ഉള്ളൂ. അതിനൊരു വഴിയുണ്ട്. ഉള്ളത് സത്യമാണെങ്കിൽ ധർമ്മത്തെ രക്ഷിക്കാനായി ഏതെങ്കിലും ഒരു രൂപത്തിൽ വാ. എന്തായാലും താൻ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ അങ്ങനെ പറ്റില്ലെന്ന് പറയും. അവൻ എന്തായാലും വന്നിരിക്കും. മരണത്തെ പോലും തോൽപ്പിച്ച് തിരിച്ചു വരുന്നവനാണ് അവൻ. നീ വായി തോന്നു വിളിച്ച് പറയരുത് കേട്ടാ. ദുഷ്ടന്മാരെ ഉന്മൂലനം ചെയ്യാൻ ധൈര്യമുള്ളവൻ. ഹേയ്, അങ്ങനെയൊന്നുമില്ല. സാക്ഷാൽ സാംബശിവൻ കൈലാസത്തിൽ നിന്നും ഇറങ്ങി വരുന്നത് പോലെ ഋഷഭവാഹനത്തിൽ വരുന്നുണ്ട്. ഒരു കാടളകി വരുന്നുണ്ടല്ലോ. ரொம்ப ஓவரா பில்டப் கொடுக்குற. ஓவர். ஆமா. വെറൈറ്റി അല്ലേ? നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? ആരാടാ ഇവൻ? കാളപ്പുറത്ത് ശിവനെ പോലെ വന്നേക്കുന്നു. ഇയാളെ കണ്ടിട്ട് ശിവനെ പോലും തോന്നില്ല. ഒരു റീ എൻട്രിക്ക് ശ്രമിക്കുമ്പോ ആരംഭത്തിൽ അപമാനം ആക്കിയിട്ടോണ്ട് രാവിലെ തെണ്ട ഇറങ്ങിയിരിക്കുന്ന തോന്നുന്നേ. എടാ ചക്കരെ, ചില്ലറ എന്തെങ്കിലും കൊടുത്തു വിടറാ. അപ്പൊ നീ എനിക്ക് പുല്ല് വിലയല്ലൂടെ തരുന്നത്, പുല്ല് വില. ഹം ബം ഭോലേനാഥ്. തീർന്നടാ, നീയൊക്കെ തീർന്നടാ. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. പോവാ. എന്തുന്നാടാ ഇത്? നിന്റെ അമ്മൂമ്മയുടെ പിന്നാലെ ഒരോളമായിക്കോട്ടെ എന്ന് കരുതി. இதெல்லாம் நம்புற மாதிரி அங்க இருக்குது. എന്താ മച്ചമ്പി ഇത്? എന്നോടാണ് ചോദിക്കുന്നത്? ഇത് ദേവനാരായണജിയുടെ ഒരു സാമ്പിൾ വെടിക്കെട്ട് മാത്രം. പൂരം തുടങ്ങാൻ ഇരിക്കുന്നതല്ലേ ഉള്ളൂ. മതി മതി. ഇനിയും കേൾക്കാനുള്ള മുസ്ലിം പോർ ഇദ്ദേഹത്തിനില്ല.